സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. വായന മനുഷ്യൻ്റെ ബൗദ്ധിക വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു മനുഷ്യനെ സംസ്കരിച്ചെടുക്കാനുള്ള നല്ലൊരു ആയുധമാണ് വായന. കന്യാകുമാരി ജില്ലയിലെ തിരുനന്തിക്കര എന്ന ഗ്രാമത്തിലെ വായനശാലയിലാണ് ഞാൻ ഇന്നുള്ളത്. അവിടെ ഒരു പരിചിത മുഖം, സ്ഥിരം വായനക്കാരൻ എന്ന നിലയിലും വോളണ്ടറിയായി വായനശാലയിൽ ചില സേവനങ്ങൾ ചെയ്യുന്ന റിട്ടയേർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ശ്രീ കാർത്തികേയൻ അവറുകളെ കണ്ടു. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലേക്ക് ഞാൻ വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. മുമ്പ് ഒരു മലയാള സിനിമയിൽ, പ്രസിദ്ധമായൊരു മലയാള സിനിമയിൽ, ഞാൻ ആ സിനിമ കണ്ടതായി ഓർക്കുന്നില്ല, ധാരാളം കേട്ടിട്ടുള്ളതാണ്. അതായത് ചിത്രത്തിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഷോട്ട് തന്നെ അവിടുത്തെ വായനശാലയ്ക്ക് ഒരു കൊടുങ്കാറ്റും പേമാരിയും കൊണ്ട് ഉണ്ടാകുന്ന നാശനഷ്ടമാണ്. തുടർന്നങ്ങോട്ട് ആ നാട്ടിൽ ബൗദ്ധികമായൊരു അല്ലെങ്കിൽ ജനങ്ങളുടെ കാഴ്ചപ്പാടിലും അല്ലെങ്കിൽ അവിടെ ചില ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്നതായി തുടർന്ന് രേഖപ്പെടുത്തുന്നു. അപ്പോൾ അതൊരു പ്രതീകാത്മക ദൃശ്യമാണ്. ഒരു നാട്ടിൻ്റെ ബൗദ്ധിക വ്യായാമത്തിനേറ്റ പ്രഹരമായിട്ടാണ് സംവിധായകൻ ഈ സീക്വൻസ് ഉൾപ്പെടുത്തിയതെന്ന് വ്യക്തം. അപ്പോൾ വായന ആവശ്യമാണ്. ഇന്ന് പലരും TV പോലുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റാണ്. എങ്കിൽ പോലും വായനയുടെ സുഖം വായനയ്ക്ക് മാത്രമേ നൽകാനാവൂ. വീഡിയോ കാണുക. നന്ദി, നമസ്കാരം. വായിക്കുന്നതിൻ്റെ രസം വായിച്ചതിനോട് കേൾക്കണം. മനസ്സിലായില്ലേ? എൻ്റെ മോൻ പറയും എപ്പോഴും, അച്ഛൻ വെറുതെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാതെ ഉടനെ വായിച്ചിട്ട് തള്ളിക്കളാന്ന്. ആ വായിക്കാൻ പിന്നെ സമയം കിട്ടില്ല, അപ്പോഴും വായിച്ചിട്ട് കളയണം. അപ്പോൾ വായിക്കണം. വായനാശീലം മനുഷ്യർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, ഒന്നും വേണ്ട, നമുക്ക് ജപ്പാനെ ഫോളോ ചെയ്യാം. നമുക്ക് തന്നെ അറിഞ്ഞൂടെങ്കിൽ നമ്മുടെ വളർന്ന രാജ്യത്തിനെ ഫോളോ ചെയ്യാം. അവിടെ എങ്ങനെയാണോ എന്തായാലും നമ്മുടെ നാട് നന്നായിട്ടേ അടങ്ങുള്ളൂ എന്ന് ഗവൺമെൻറ്റും ഉണ്ട്. പക്ഷേ നമ്മുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. നമ്മൾ എത്രത്തോളം അതിലേക്ക് ആവശ്യപ്പെടുന്നു അത്രത്തോളം ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഉറക്കം തൂങ്ങി ഇരുന്നിട്ട് അവർ എത്രത്തോളം, മനസ്സിലായില്ലേ? നമുക്ക് ഇനിയും റാക്ക് വേണം, നമുക്ക് ഇനിയും ബുക്കുകൾ വേണം. വാസകർ വട്ടം നമ്മൾ വെച്ചിട്ടുണ്ട്. പലരും പറയുന്നുണ്ട്, നമ്മളൊരു മനു കൊടുത്തിട്ടുണ്ട്, നമുക്ക് റാക്ക് വേണം, ടേബിൾ വേണം, ഇരുന്ന് വായിക്കാനുള്ള അറിയാം. അപ്പോൾ അവർ പറയുന്നു, നമ്മുടെ ഈ തവണത്തെ കോട്ട തീർന്നു, നിങ്ങൾ വാസകർ വട്ടത്തിൽ നിന്ന് വലുതൊക്കെ വാങ്ങിച്ച് വയ്ക്കി, അത് കഴിഞ്ഞിട്ട് അലാട്ട് ചെയ്യുമ്പോഴും തരാം. ഈ പഞ്ചായത്തിലും പറഞ്ഞിട്ടുണ്ട്, അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന മാഗസിനൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഇതൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് വളരുന്ന സ്ഥാപനമാണ്.